വാർത്തയിലേക്ക്. മംഗലം ഡാം ഇറിഗേഷൻ സ്ഥലത്ത് സ്ഥിരതാമസമാക്കിയ കൂലിത്തൊഴിലാളികൾക്ക് പട്ടയം നൽകണമെന്ന് ജില്ലാ വികസന സമിതി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. 60 വർഷങ്ങൾക്ക് മുമ്പ് ഡാം ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വന്ന ഡാം ഇറിഗേഷൻ സ്ഥലത്ത് സ്ഥിരതാമസമാക്കിയവർക്ക് റേഷൻ കാർഡ്, വോട്ടവകാശം തുടങ്ങി വിവിധ രേഖകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും പട്ടയം ലഭിച്ചിട്ടില്ലെന്നും പ്രമേയത്തിൽ പറഞ്ഞു. KD പ്രസേനൻ MLA ആണ് പ്രമേയം അവതരിപ്പിച്ചത്. കുഴൽമന്നം പഞ്ചായത്തിലെ വെള്ളപ്പാറയിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും മറ്റും ദേശീയപാത മുറിച്ചുകടക്കുന്നതിനായി നടപ്പാലം നിർമ്മിക്കണമെന്ന പ്രമേയവും KD പ്രസേനൻ MLA അവതരിപ്പിച്ചു. ഇരു പ്രമേയവും K ബാബു MLA പിന്താങ്ങി. ഒക്ടോബർ 9 മുതൽ ജില്ലയിൽ നെല്ല് സംഭരണം ആരംഭിച്ചതായി സപ്ലൈകോ പാഡി ഓഫീസർ യോഗത്തിൽ അറിയിച്ചു. 49,371 കർഷകർ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 54,518.162 മെട്രിക് ടൺ നെല്ല് ഇതുവരെ സംഭരിച്ചിട്ടുണ്ട്. 90% നെല്ല് മില്ലുകാർ സംഭരിച്ചു കഴിഞ്ഞു. സംഭരണത്തുക 175 കോടി രൂപ സംസ്ഥാന വിഹിതമായി അനുവദിച്ചതിൽ നിന്നും തുക PRS ലോണായി ബാങ്ക് മുഖേന അനുവദിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സപ്ലൈകോ കേന്ദ്ര കാര്യാലയത്തിൽ നടന്നുവരുന്നതായും പാഡി ഓഫീസർ അറിയിച്ചു. വാളയാർ, മീങ്കര ഡാമുകളിൽ നിന്നും നീക്കം ചെയ്യുന്ന മണലിന്റെ അളവ് കൃത്യമായി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ജിയോളജിസ്റ്റ്, RDO എന്നിവരെ ചുമതലപ്പെടുത്തുകയും ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ഇതു സംബന്ധിച്ച് A പ്രഭാകരൻ MLAയുടെ ആവശ്യപ്രകാരമാണ് നിർദ്ദേശം. ചിറ്റൂർ ജലസേചന പദ്ധതിയുടെ കീഴിലുള്ള ജലസേചന കനാലുകൾ വഴി രണ്ടാം വിള നെൽകൃഷിക്കുള്ള ജലവിതരണം നടത്തിവരുന്നതായി ചിറ്റൂർ MLAയുടെ പ്രതിനിധിയുടെ ചോദ്യത്തിന് മറുപടിയായി ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തിൽ അറിയിച്ചു. തത്തമംഗലം ബൈപ്പാസ് റോഡ് പ്രവൃത്തിക്ക് ഭരണാനുമതി ലഭ്യമാക്കുന്നതിനായി എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുള്ളതായും അടുത്ത ബജറ്റിൽ ഉൾപ്പെടുത്തുന്നതിനായി പ്രൊപ്പോസൽ സമർപ്പിച്ചിട്ടുള്ളതായും MLAയുടെ പ്രതിനിധിയുടെ ചോദ്യത്തിന് മറുപടിയായി പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം അറിയിച്ചു. പട്ടാമ്പിയിലെ പുതിയ പാലം, കൊടുമുണ്ട പാലം എന്നിവയുടെ സ്ഥലമെടുപ്പ് നടപടികൾ ത്വരിതപ്പെടുത്തണമെന്ന് മുഹമ്മദ് മുഹസിൻ MLA ആവശ്യപ്പെട്ടു. വല്ലപ്പുഴ മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട സർവേ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കണം. ഓങ്ങല്ലൂർ, വല്ലപ്പുഴ, തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തുകളിലെ ജൽജീവൻ മിഷൻ പദ്ധതി അടുത്ത മാർച്ച് മാസത്തിൽ തന്നെ പൂർത്തീകരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. കൂറ്റനാട് പെരിങ്ങോട് റോഡ്, നടുവട്ടം തണ്ണീർക്കോട് റോഡ്, ചാലിശ്ശേരി റോഡ് തുടങ്ങിയവ അടിയന്തരമായി നവീകരിക്കണമെന്നും അബ്ദുസ്സമദ് സമദാനി MPയുടെ പ്രതിനിധി ആവശ്യപ്പെട്ടു. ജില്ലയിലെ എല്ലാ സർക്കാർ കാര്യാലയങ്ങളും ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾ നടത്തുമെന്നും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര അറിയിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ MLAമാരായ KD പ്രസേനൻ, K ബാബു, PP സുമോദ്, A പ്രഭാകരൻ, മുഹമ്മദ് മുഹസിൻ, ADM P സുരേഷ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ശ്രീലത, അബ്ദുസ്സമദ് സമദാനി MPയുടെ പ്രതിനിധി SMK തങ്ങൾ, മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ പ്രതിനിധി S. വിനോദ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ നേതൃയോഗം ചേർന്നു. റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ അതത് മാസങ്ങളിൽ അനുവദിക്കുക, വാതിൽപ്പടി വിതരണം കുറ്റമറ്റതാക്കുക, KTPDS ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക, ക്ഷേമനിധിയുടെ പ്രവർത്തനം കാലോചിതമായി പരിഷ്കരിക്കുക, സേവന വേതന വ്യവസ്ഥകൾ പുനഃക്രമീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് 2025 ജനുവരി മുതൽ കടയടപ്പ് സമരത്തിന് ആഹ്വാനം ചെയ്യുന്നതിന് യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന ജനറൽ സെക്രട്ടറി T. മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലാ പ്രസിഡന്റ് VP ജയപ്രകാശ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി A. കൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി KM അബ്ദുൽ സത്താർ, K. അച്യുതൻകുട്ടി, T. മൊയ്തു T, VP രഘുനാഥ്, P. രവീന്ദ്രൻ, മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.